നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1971 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ഒരു ചർച്ചയാണുള്ളത്. ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വരപ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തേണ്ടിയിരുന്ന ഡോക്ടർ ഷാലുരാജിന് നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇന്ന് നമുക്കതൊരു ചർച്ചയാക്കി മാറ്റുകയാണ്. ഇതിലുള്ള എല്ലാവരും ആ ചർച്ചയിൽ പങ്കെടുക്കണം. ആമുഖമായി സംസാരിക്കുന്നതിന് ധനേഷ് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നന്ദി മറിയമ്മ ഡോക്ടറെ. IFBH എന്നും ഇടതടവില്ലാതെ നമ്മൾ വെബിനാറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെബിനാറിൽ നമുക്ക് എല്ലാ ദിവസവും ഗസ്റ്റുകളെ കിട്ടാൻ നമ്മൾ ഒരു വിധത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഗസ്റ്റുകളായിട്ട് വന്ന് നിങ്ങളുടെ അറിവുകൾ പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ സൂമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇന്ന് ഷാലുരാജൻ ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിന് പ്രശ്നമാണെന്നും പറഞ്ഞ് അറിയിച്ചു. അതുകൊണ്ട് ആ പ്രോഗ്രാം നമ്മൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിവിടെ കുറച്ച് അനുഭവങ്ങൾ എല്ലാവർക്കും പങ്കുവെക്കാം. നമ്മളുടെ ചികിത്സാനുഭവങ്ങൾ പങ്കുവെക്കാം. അതുവഴി നിങ്ങളുടെ ചോദ്യോത്തരങ്ങളും നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഇവിടെയുള്ള പ്രഗത്ഭരായ ഡോക്ടർമാർ ഓരോരുത്തരും അതനുസരിച്ചുള്ള മറുപടികൾ തരാൻ ബാധ്യസ്ഥരാണ്. അവരൊക്കെ അത് തരികയും ചെയ്യും. അത് നിങ്ങളുടെ ഒരു ചെറിയ കേസാണെങ്കിലും മതി. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ ഒരു കൂട്ടർ എന്നെ വിളിച്ച് ഡോക്ടറെ എപ്പോഴാണ് എത്തുന്നത്? ഞാൻ പറഞ്ഞ ഒരു 10 മിനിറ്റ് കഴിയും. അപ്പൊ ഞാനിവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആൾക്കാർ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് പുറത്ത് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോഴത് പുറത്ത് അവരുടെ കുട്ടിയെ അപ്പിയിട്ടിട്ട് അതിനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് ഈ കുട്ടി അകത്തോട്ട് പോയി. ഞാൻ അപ്പൊ നേരെ അങ്ങ് കയറി ചെല്ലുവാണ്. ഞാൻ ചെല്ലുന്ന വഴി ഞാൻ നോക്കുമ്പോൾ കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ പരുങ്ങുന്നു. പരുങ്ങിയിട്ട് കൂളായിട്ട് അപ്പിയിട്ട് അവിടെ തന്നെ ഇട്ട് എൻ്റെ മുമ്പിൽ ഇട്ടിട്ട് കുട്ടി അങ്ങ് നടക്കുന്നു. ഒരു പെയിനും ഇല്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ എനിക്ക് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഞാനൊരു മെഡിസിനും കൊടുത്തു. ഏതായിരിക്കും? ഇതാണ് എൻ്റെ ചോദ്യം. വളരെ സിമ്പിളാണ്. അപ്പൊ നോക്കിയപ്പോ അവിടെ ചെന്നപ്പോ തന്നെ അതിനൊരു സ്മെല്ലും ഉണ്ട്. ഒഫൻസീവാണ്, വേദനയില്ല, ദേ പോയി. അപ്പം ആ കുട്ടി പുറത്തിരുന്ന് അപ്പിയിട്ടിട്ട് അമ്മ അവിടെ കഴുകിയിട്ട് അതിന്റെ ഷഡ്ഡിയൊക്കെ അവിടെ റെഡിയാക്കി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുട്ടീനെ അകത്ത് നിർത്തിയിട്ട് പോയ സമയത്താണ് കുട്ടി കൂളായിട്ട് പേടിയില്ലാതെ. അപ്പൊ ഇത് ഒരു ഡോസ് പ്രൊഡോഫൈലാണ് ഞാൻ കൊടുത്തത്. കയറി വന്ന വഴി ഒന്നും ചോദിച്ചില്ല. കുട്ടിയുടെ അമ്മ പുറത്തേക്ക് വന്ന വഴി ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്ന് കുട്ടിയുടെ അപ്പൊ അമ്മ വന്നപ്പോഴേ ഞാൻ ചോദിച്ചോ പറഞ്ഞു, ഡോക്ടറെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നേ പിന്നെ ഒരു 3-4 പ്രാവശ്യം പോയി, വീട്ടിൽ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാനിത് കൊടുത്ത് തൽക്കാലം ഇത് കൊടുക്കുക എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ PLും കൊടുത്തിട്ട് വേണ്ടി വന്നാൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് 1-2 ഡോസ് മരുന്ന് കൂടെ കൊടുത്തു വിട്ടു. വൈകിട്ട് വിളിക്കാൻ പറഞ്ഞു. ഇവർക്കാണെങ്കിൽ അന്ന് സാറേ എനിക്ക് ഓഫീസിൽ പോകണം, ഓഫീസിൽ പോകാതെ പറ്റില്ല, അവിടെ ആളില്ല, ഞാൻ ഈ കുട്ടിയെ കൂടി കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ വൈകിട്ട് അവർ വിളിച്ചിട്ട് വേണം ഡോക്ടറെ. പിന്നെ അതിന് ശേഷം കുട്ടിയുടെ വയറ്റിൽ നിന്ന് പോയിട്ട്. ഇതാണ് ഹോമിയോപ്പതി. വോഡോഫിലും ഒരു നല്ല ബെസ്റ്റ് മെഡിക്കേഷനാണ്. വയറ്റിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഛർദിക്കുക, ഇതൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പൊ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് അത്. അതെ, അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഡോക്ടർ ബിനോയ് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണത് പോയി, എങ്ങനെ പോയി, ഇതാണ് പ്രശ്നം. നമ്മൾ നോക്കുന്നത് ഈ അമ്മയോട് ഇപ്പൊ കുട്ടിക്ക് ഒത്തിരി ഛർദ്ദിച്ചോ, വയറിളകിയോ, ചൂടുണ്ടോ, പനിയുണ്ടോ, ഇതൊന്നും അവിടെ ആ സമയത്ത് ഇതെല്ലാം ഉണ്ട് കുട്ടിക്ക്. പക്ഷെ നമുക്ക് ഇതൊന്നും അത് പ്രസക്തിയില്ല. കാരണം കുട്ടി പെയിൻ നമ്മുടെ അതിന്റെ കാതൽ അതിനകത്ത് വന്നിരിക്കുന്നത് പെയിൻലെസ് ആണ്, ഒഫൻസീവ് ആണ്, ഒന്നുമില്ല, നേരിട്ട് അങ്ങ് പോയി. അപ്പം ഇത്രയും മതി. അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും വേണ്ട ഒരു പോയിന്റ്. നമ്മളെപ്പോഴും നമ്മൾ വെറുതെ കാട് കയറി ചൂടുവെള്ളം കുടിച്ചു ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി. അപ്പം നമ്മുടെ മുന്നിൽ എന്ത് കാണുന്നു അത് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പിന്നെ അതുപോലെ ഈ അടുത്തൊരു ക്രോണിക് കേസാണ്. അവർ പറഞ്ഞ ഡോക്ടറെ ഞാൻ ഒരു ടീച്ചറാണ്, ഞാൻ കുറേ ഡോക്ടർമാരെ കണ്ട്, എനിക്ക് എപ്പോഴും ആസ്മയാണ്, ഞാൻ സ്ഥിരം അലർജിയുടെ ട്രീറ്റ്മെന്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ സ്പ്രേ എപ്പോഴും എല്ലാ ദിവസവും ഞാൻ സ്പ്രേ അടിച്ചാണ് കിടക്കുന്നത്. പക്ഷെ ഞാൻ ഇവരുടെ കേസൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്ക് അവര് അസുഖമൊക്കെ ആണെങ്കിലും എല്ലാം സഫർ ചെയ്ത് എല്ലാ ദിവസവും സ്കൂളിലും പോകുന്നുണ്ട്. കേസെല്ലാം എടുത്ത് വന്നപ്പോൾ എനിക്ക് ടിപ്പിക്കൽ സിലീഷ്യ ആയിട്ടാണ് തോന്നിയത്. ഞാൻ സിലീഷ്യ 1 ആണ് കൊടുത്തത്.
അത് കഴിഞ്ഞ് അവർക്ക് ഈ ഒരു സീസണൽ റെമഡി എന്നുള്ളത് നേട്രോഫോസ് 6X കൊടുത്തു. പിന്നെ ഇവരോട് കുറച്ച് ഒരു ഔൺസ് ആസ്പിഡോസ്പെർമ ടിഞ്ചർ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഉപയോഗിക്കേണ്ട. രാത്രിയിൽ നിങ്ങൾക്ക് സ്പ്രേ വലിക്കണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ആ സമയത്ത് ഇത് എടുക്കുക. അതിന് പകരമായിട്ടുള്ള ഒരു മരുന്നാണിത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുത്താൽ മതി. ഇവർ പോയി 2 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ എനിക്കിപ്പോൾ കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരക്കായതുകൊണ്ട് ശരി എന്ന് പറഞ്ഞ് വെച്ച്. പിന്നെ അതായത് നോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന മരുന്നുകൾ വല്ലതും എടുക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് വിളിക്കാൻ പറയുന്നത്. അതുമല്ല എനിക്കൊന്ന് റെസ്പോണ്ട് അറിയാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇവർ വരുന്നു. അന്ന് കേസൊക്കെ എടുത്ത് എങ്ങനെയുണ്ട് ഡോക്ടറെ, അതിനുശേഷം ഞാനിത് സ്പ്രേ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഡോക്ടർ തന്ന ഡ്രോപ്സും കഴിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഇനി കഴിക്കാവോ ഇതൊക്കെ അറിയാനും, അതുപോലെ തന്നെ തന്ന മരുന്ന് തീർന്ന് അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്. അപ്പം ഇവരെന്നോട് പറഞ്ഞു ഡോക്ടറെ ഒരു അത്ഭുതം സംഭവിച്ചു. ഞാൻ ചോദിച്ചു എന്താണ് ഈ അത്ഭുതം. അതെ, ഞാൻ കുളിച്ച് കഴിയുമ്പോഴെപ്പോഴും അവർക്കാണെങ്കിൽ നല്ല ഈ നമ്മുടെ മലയാളി ശാലീന സുന്ദരികളായ സ്ത്രീകളുടെ മുടികളെന്ന് പറയുന്ന മുടി എന്ന് പറയുന്ന താഴെ വരെ മുടിയുള്ള സ്ത്രീയാണ്. കുളിമുറിയും വീട് നിറച്ച് മുടിയായിരുന്നു ഡോക്ടർ. ഒരാഴ്ചയായിട്ട് ഒറ്റ മുടിയും എൻ്റെ മുറിയിലില്ല. ഡോക്ടർ എനിക്ക് അതിനു വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് മരുന്ന് തന്നോ, ഞാനിത് പറയാനിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ് ഇതാണ് ഹോമിയോപ്പതി. അതായത് നമ്മളൊരു രോഗിയുടെ കേസ് എടുത്ത് കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ രോഗങ്ങൾ മാറുക മാത്രമല്ല, നിങ്ങൾ പറയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പല രോഗങ്ങളെയും നമ്മൾ അറിയാതെ തന്നെ മാറ്റപ്പെടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി അതിനുവേണ്ടി പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിക്കണ്ട. അപ്പൊ ഇപ്പോഴും അവര് PL-ൽ തുടരുകയാണ്. ഇപ്പൊ 2 ആഴ്ചയായി. ഇതിനുശേഷം അവർക്ക് ശ്വാസമുട്ടലുണ്ടായിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു വാവ് വന്നു പോയി, പക്ഷെ കുഴപ്പമൊന്നും വന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. നമ്മൾ പ്രതീക്ഷിക്കാത്തടത്ത് നമുക്ക് ഗുണവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ അതിന്റെ അനുഭവങ്ങളും നമുക്ക് തരും. അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയായിട്ട് ഒരു അമ്മ വന്ന് ഞാൻ കേസെല്ലാം എടുത്ത് അപ്പൊ അവർ ഡോക്ടറെ 2 വർഷമായിട്ട് ഇവർക്ക് സ്ഥിരം അലർജിയാണ്. അപ്പൊ അലർജി സ്പെഷ്യലിസ്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ അറിയാമല്ലോ, പൾമോളജിസ്റ്റ് ഒക്കെയാണ് ഇപ്പൊ ഈ അലർജി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കുട്ടിക്ക് എപ്പോഴും അസുഖം തന്നെയാണ്. അപ്പൊ അവരാണെങ്കിൽ വലിയ ഹോസ്പിറ്റലിൽ മാത്രമേ പോവുള്ളൂ, ലേക്ക് ഷോറിൽ മാത്രം പോകുന്ന ഒരു അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒറ്റ കുട്ടിയുള്ള അമ്മമാരുടെയും പേരൻസിന്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത്. കുട്ടികൾക്ക് എന്ത് വന്നാലും ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം, ഏറ്റവും വലിയ സ്ഥലത്ത് പോകണം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞ ഡോക്ടറെ അവിടെ മുടി എപ്പോഴും താരനും കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒത്തിരി മുടിയും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഉടനെ പെട്ടെന്ന് പറഞ്ഞു ഈയിടെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു ടീച്ചറുടെ ഇവിടെ വന്നു, അവര് നമ്മളിങ്ങനെ ഹോമിയോ മരുന്ന് കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ മുടി കൊഴിച്ചിൽ അല്ലാതെ തന്നെ നിന്നു. അപ്പൊ ഉടനെ അവര് പറഞ്ഞു അയ്യോ ഇന്ന ടീച്ചറല്ലേ, ആ ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഈ- ഈ അവര് വന്നത് എങ്ങനെയാണെന്ന് നമ്മളോട് പറഞ്ഞില്ല. പക്ഷെ അതാണ് നമ്മളൊരു കേസ് സക്സസ്ഫുൾ ആക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം. പണ്ട് കാലത്ത് നമ്മുടെ പേഷ്യൻസ് എല്ലാം നമ്മളെ സൈഡിൽ വന്നുകൊണ്ടിരുന്നത് ഈ അനുഭവ ചികിത്സ കേട്ടിട്ട് അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി വഴിയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ മൗത്ത് പബ്ലിസിറ്റി കുറവാണ്. പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മൗത്ത് പബ്ലിസിറ്റി നന്നായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദി ഇന്ന് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. പിന്നീട് ഒരു ദിവസം നമുക്ക് സൗകര്യം പോലെയൊക്കെ വരാം. അപ്പൊ എന്തായാലും അതിന് കൊടുത്തെന്നും കൂടെ ഒന്ന് പറയാമോ? 3-ാമത്തെ കേസ് 2 വർഷമായിട്ടുള്ള അലർജിക്കാരന് എന്താ കൊടുത്തതെന്ന് അതിന് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് സാധാരണ എൻ്റെ പ്രൈമറി ഇതെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും ട്യൂബർക്കുലിനെ വണ്ണം ഒരു ഡോസ് കൊടുക്കും. പിന്നെ ഈ കുട്ടിയുടെ ഇത് വെച്ച് കാൽക്കേരിയ ഫോസ് 6X പിന്നെ PL-ഉം ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുട്ടിയുടെ നേച്ചർ വെച്ച് കുട്ടി കിടന്നാണ് ഉറങ്ങുന്നത്. പൊതുവെ അങ്ങനെ വെള്ളം കുടിക്കാറില്ല. പിന്നെ ഒത്തിരി താലോലിക്കുകയും മുന്നായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പാണ് അമ്മ അച്ഛനും. ഇതെല്ലാം വെച്ച് പൾസാറ്റിനെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഉപയോഗിച്ചിട്ടില്ല. റെസ്പോൺസ് പറയാൻ വിട്ടിരിക്കുകയാണ്, അത് നോയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് സാധാരണ കേസ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും നോ എന്നും പറഞ്ഞ് പല മരുന്നുകളും പലപ്പോഴും ഇങ്ങനെ കൊടുത്തു വിടാറുണ്ട്. അത് അത്യാവശ്യം ഇപ്പം അവർക്ക് അത് ബുദ്ധിമുട്ട് തോന്നിയാൽ എന്നെ വിളിക്കാൻ പറയും. വിളിക്കുന്ന സമയത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രം അത് കഴിക്കാൻ പറയും. അല്ലെങ്കിൽ ഇപ്പോഴും ഈ പറഞ്ഞ രീതിയിലാണ് പോകുന്നത്. ഇത് ഇത്രയാണ് ആ ഒരു കേസിന്റെ അനുബന്ധം. പിന്നെ നല്ലപോലെ
കുട്ടി ഈ കുട്ടിയുടെ കേസ് എടുക്കുമ്പോൾ തന്നെ കുട്ടിയോട് ഞാൻ നിന്റെ ക്ലിനിക്കിൽ ആര് വന്നാലും ചെയ്യും, മോൾ എപ്പോൾ എഴുന്നേക്കും, എപ്പോഴാണ് സ്കൂളിൽ പോകണം, അത് ഡോക്ടറെ 8 മണി കഴിയുമ്പോൾ പോകണം, എപ്പോഴാണ് എഴുന്നേക്കുന്നത്, ആ 7-7:30 ആകുമ്പോൾ എഴുന്നേക്കും. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊന്നും കഴിക്കാറില്ല. അവിടെ തൊട്ട് തുടങ്ങും നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് അതാണ്. അത് കഴിഞ്ഞിട്ടേ രോഗത്തിലോട്ടൊക്കെ വരുള്ളൂ. അപ്പം അവിടെ നമ്മൾ പറയും, നിങ്ങൾ 8 മണിക്ക് കൂടെ കുട്ടിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ 6 മണിക്ക്, ഈ ഡോക്ടർ 6 മണിക്ക് എഴുന്നേറ്റ് അവർക്ക് ഭയങ്കരമായിട്ട് തോന്നും. അതുമല്ല അവള് താമസിച്ചാണ് കിടക്കുന്നത്, രാത്രി ഇതാണ് ടിപ്പിക്കൽ പൾസാറ്റില്. അവര് അവര് കിടക്കുന്നത് വളരെ വൈകിയായിരിക്കും, എഴുന്നേക്കുന്നത് വളരെ താമസിച്ചായിരിക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും നേരം കിട്ടത്തില്ല, പിന്നെ അങ്ങോട്ട് ഹർബറി ആയിട്ട് പോകേണ്ടി വരും. ഈ പിന്നെ രാവിലെ, അതുകൊണ്ട് തന്നെ രാവിലെ കാര്യമായിട്ട് വെള്ളം കുടിക്കില്ല. സ്കൂളിൽ ചെന്നാലോ മൂത്രം ഒഴിക്കാനൊക്കെ ഭയങ്കര അറപ്പാണ് ഡോക്ടറെ, അവളതുകൊണ്ട് ടോയ്ലറ്റിലൊന്നും പോയില്ല, വീട്ടിൽ വന്നാലേ മൂത്രം ഒഴിക്കുള്ളൂ. ഇതൊക്കെ പക്ഷെ ഇവരെ സംബന്ധിച്ച് അധികം വെള്ളം കുടിച്ചില്ലെങ്കിലും അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ വരാറില്ല. എന്നാൽ സാധാരണ 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന, അല്ലെങ്കിൽ 3 ഗ്ലാസ് 4 ഗ്ലാസ് ഒക്കെ കുടിക്കുന്ന പല ആൾക്കാർക്ക് ഒരു ദിവസം വെള്ളം കുറഞ്ഞു പോയ യൂറിനറി ഇൻഫെക്ഷൻ വരും. എന്നാൽ പൾസാറ്റിലെ കുട്ടികൾക്ക് അവർ വെള്ളം കുടിച്ചില്ലെങ്കിലും അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ വരാറില്ല. ചിലപ്പോൾ ഒരു ദിവസം 2-3 ഗ്ലാസ് വെള്ളമായിരിക്കും ഒരാൾ കുടിക്കുന്നത്, എന്നാലും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അപ്പൊ ഇങ്ങനെ പിന്നെ നിസ്സാര കാര്യത്തിന് കരയും. നിസ്സാര കാര്യം കരച്ചിൽ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാരമില്ല മോളെ എന്ന് പറഞ്ഞ അമ്മ പറഞ്ഞാൽ ഉടനെ തന്നെ ചിരിയായിട്ട് മാറും. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഈ ചേഞ്ചസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്കാണ്, ക്വിക്ക് മൂവ്മെന്റ്സ് ആണ് പെട്ടെന്ന്. എന്നാൽ അവർ എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്ന പോലെ പൾസാറ്റിലെ കാര്യം പുറകിലല്ല, അവരെല്ലാത്തിലും ഒന്നിനൊന്ന് മുമ്പിൽ തന്നെ നിൽക്കും. പക്ഷേ ഈ അവർക്ക് ഷൈനസ് ഉണ്ട്, മറ്റേ ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അപരിചിതർ വരുവാണെങ്കിൽ ഒന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ അതുപോലെ ഈ പനിയായിട്ടൊക്കെ വരുവാണെങ്കിൽ കുട്ടികളാകെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പ്രഷൻ ഒന്ന് കരഞ്ഞിട്ട് കരച്ചിൽ നിർത്തിയ ഒരു കുട്ടിയുടെ എക്സ്പ്രഷൻ ആയിരിക്കും മിക്കവാറും. അതാണ് പ്രൊസാക്ലയുടെ ഒരു മുഖഭാവം. ഇത് ഇത്രയും മതി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ. ഒരു കുട്ടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ പിന്നെ പതുക്കെ പതുക്കെ ആ കുട്ടിയുടെ മുഖം എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ബ്രൈറ്റ് ആയി വരികയും പിന്നെ ചിരിക്കാനും പിന്നെ അങ്ങനെയുള്ള ആ ഒരു ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളൊരു ചോദ്യം കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ഉടനെ അമ്മ അമ്മ പറ അമ്മ പറ അമ്മ പറ എന്ന് പറഞ്ഞ അമ്മയോട് പറയും. ആ, ആ, അല്ല മോളെ നീ പറ, ഡോക്ടർ നിന്നോടല്ലേ അല്ല അമ്മ പറ. ഇങ്ങനെയായിരിക്കും പൾസാറ്റിലെ കാര്യം മിക്കവാറും. ഇതൊക്കെ ഇത്രയൊക്കെ മതി നമുക്കൊരു പൾസാറ്റിലെ പേഷ്യന്റ് ട്രീറ്റ് ചെയ്യുന്നതിന്, ഒരു കുട്ടിയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിന്. അപ്പൊ ഞാൻ എൻ്റെ മിക്കവാറും ഓൾമോസ്റ്റ് വൈറൽ കേസുകളിലെല്ലാം മെജോറിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന നമ്പർ 1 മെഡിസിൻ പൾസാറ്റിലെയാണ്. അതിനോടൊപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ വൈറൽ ഡിസീസിനെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ട് വരുന്ന ഒന്ന് പൾസാറ്റിലെയാണ്. പിന്നെ എനിക്ക് തന്നെ ഈയിടെ എൻ്റെ ഒരു അനുഭവം ഈ അടുത്തുണ്ടായി. എനിക്ക് കഴിഞ്ഞ ഏകദേശം ഒരു 3 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട് മിക്കവാറും ഭയങ്കര പനി, ജലദോഷവും തുമ്മലും എപ്പോഴും പ്രശ്നങ്ങളാണ്. ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു മെഡിസിൻ കഴിച്ചാൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യും. ഇത് സാധാരണ കോമൺ റെമഡീസ് ആയിട്ട് എഫാർസെൽപ്പും അങ്ങനെയുള്ള മെഡിസിനൊക്കെയാണ് ഞാൻ ഈയിടെ കഴിച്ചത്. പിന്നെ ഇടയ്ക്ക് നല്ല തലവേദനയൊക്കെ വന്നപ്പോഴേ ജൽസീമിയം ഇങ്ങനെ ഒത്തിരി ഒന്നും മെഡിസിൻ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭയങ്കര അസ്വസ്ഥത. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും സെപ്റ്റിയാണ്. ആ സമയത്ത് ഒരു ഭാവത്തിന് എനിക്ക് തോന്നി സെപ്റ്റിയ ഒന്ന് കഴിക്കാം. സെപ്റ്റിയ വണ്ണം ഒരു ദിവസം കഴിച്ചു. ഞാൻ കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മൂക്ക് അതുവരെ നല്ല തിക്കായിട്ടുള്ള ആൾക്കാർ കേൾക്കുന്നു, ഞാനിങ്ങനെ ചീറ്റുന്നൊക്കെ പുറത്തുനിന്ന് കേൾക്കാം, വെച്ചു കുറന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മൂക്കിനകത്ത് വെച്ച് ഇങ്ങനെ ചീറ്റും. അത്ര ഉച്ചയായിരുന്നു. ഇച്ചിരി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ അങ്ങോട്ട് വരാൻ തുടങ്ങി. ഞാൻ ഓർത്തു പണിയായോ. എന്തായാലും അഗ്രവേഷൻ ഫോളോഡ് ബൈ അമിലറേഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് കരുതി. ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ജലദോഷം ടോട്ടലായിട്ട് നിന്ന്, എൻ്റെ ശബ്ദവും തെളിഞ്ഞു. ഇതെല്ലാം വളരെ ക്വിക്കാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു അനുഭവം കൂടി നമുക്കുണ്ട്. ഈ അടുത്ത് അതിന് ശേഷമാണ് ഞാനിപ്പോ ഇതുവരെ സ്ഫുടമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. അതല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ തുമ്മും, അല്ലെങ്കിൽ മൂക്കടയും, അല്ലെങ്കിൽ മൂക്ക് ചീറ്റാൻ പോകണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഒരു അനുഭവങ്ങളാണ്. അപ്പൊ ചെറിയ ചെറിയ അനുഭവങ്ങളായിട്ട് എനിക്ക് പങ്കുവെക്കുകയാണ്. ഇനി മറ്റുള്ളവർക്ക് ആ, സംസാരിക്കാം. നന്ദി. നന്ദി ധനേഷ് ഡോക്ടറെ. വളരെ നല്ല കേസുകളാണ് ഡോക്ടർ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് അടുത്തത് ശ്രീധരക്കുറുപ്പ് സാറ് റെഡിയാണെന്ന് തോന്നുന്നു. കേൾക്കാമോ? കേൾക്കാം സാറേ. ആ അതായത് എനിക്ക് ഈയിടെ കിട്ടിയ കേസ് പറയാം. ഈയിടെ ഒരു 3 ദിവസം മുമ്പ് ഒരു
എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ വീണു. ട്രെയിനിൽ നിന്ന് കയറി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കാല് തട്ടി. അത് ഏതായാലും അവർ ഉടനെ തന്നെ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി എക്സ്റേ എടുത്തോണ്ടാണ് വന്നത്. അന്നേരം അവർക്ക് ആദ്യം കൊടുത്ത മരുന്ന് ആർണിക്ക. അത് കഴിഞ്ഞ് അവരുടെ ഒരു വിക്ടോയില് അടുത്ത വിക്ടോയില് ഈ ഇതുണ്ടായിരുന്നു, ക്രാക്സ് ഉണ്ടായിരുന്നു. അത് ഫോളോപ്പ് സിംപൈറ്റോ ആണ് കൊടുത്തത്. അപ്പം സിംപൈറ്റോ കൊടുത്തപ്പം ഏതായാലും 2 ദിവസം കൊണ്ട് അവർക്ക് വേദനയും സ്വന്നിയും ഇതെല്ലാം കുറഞ്ഞു. ആദ്യത്തെ ദിവസം തന്നെ കുറവുണ്ട്. 2ാമത്തെ ദിവസം തൊട്ട് ഇത് കംപ്ലീറ്റ് ഇതായി. ഏതായാലും ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. 3 ദിവസമായി. എന്തായാലും അവർക്ക് ഹോമിയോപ്പതിയിലുള്ള അവർക്ക് നേരത്തെ ഒരു വേരിക്കോസ് വെയിൻ്റെ പ്രശ്നം കണ്ടമാനമുണ്ട്. അത് പൾസാറ്റായും കാൽക്കേറിയ ഫ്ലോറും കമാമിലീസ് മദർ ടിഞ്ചറും കൊണ്ടും കംപ്ലീറ്റ് മാറിയത് കൊണ്ടാണ് അവർക്ക് വിശ്വാസം. അല്ലെ അവർ പ്ലാസ്റ്ററൊക്കെ ഇടാൻ പോയതാ, പക്ഷേ കിട്ടില്ല. ഏതായാലും ഇപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഹോമിയോപ്പതി തന്നെ ഇഞ്ചുറിക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതിൽ നമ്പർ 1 ആണ് ആർണിക്ക. ആർണിക്ക നമ്മൾ കൈ ഇങ്ങനെ കഥയിനിടയിലൊക്കെ പോയാൽ അങ്ങനെ ബ്ലഡ് ഇങ്ങനെ കെട്ടി നിൽക്കും. എല്ലാ തരത്തിലുള്ള ഇഞ്ചുറീസിനും ഫസ്റ്റ് കൊടുക്കാവുന്ന, അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ബ്ലഡ് ഇങ്ങനെ അതിൻ്റെ അകത്ത് നീലിച്ച് കട്ട കെട്ടി കിടക്കും. അതാണ് ഫസ്റ്റ് സിംറ്റം. സാർ ഏത് പൊട്ടൻസിയാ കൊടുക്കുന്നത്? ഞാൻ 0/3 തന്നെയാണ് കൊടുക്കുന്നത്. എക്സ്റ്റേണൽ ആയിട്ട് 0 മദർ ടിഞ്ചർ എൻ്റെ എണ്ണയിൽ ഉള്ള എണ്ണയ്ക്കകത്ത് കലർത്തി അതിൻ്റെ പുറമെ ഇടാനും പറയും. പിന്നെ 2ാമത് കൊടുക്കാവുന്ന ഒരു മെഡിസിൻ എനിക്ക് ഒരുപാട് റിസൾട്ട് ആർണിക്ക ആയ റിസൾട്ട് കിട്ടിയെങ്കിൽ ഞാൻ കൊടുക്കുന്നു കുറച്ചുകൂടെ ആഴത്തിലുള്ള എന്താണെങ്കിൽ ബെന്നിസ്പിരിഡിസ് എന്ന് പറയുന്ന മെഡിസിനാണ് കൊടുക്കുന്നത്. ബെന്നിസ്പിരിഡിസ്. പിന്നെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ കലണ്ടുല ആണ് ഞാൻ കൊടുക്കുന്നത്. മദർ ടിഞ്ചർ ഇത് കഴുകാൻ ലോഷനായിട്ടും കൊടുക്കും. അത് ഒരു നല്ല ആന്റിസെപ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഈ പഴയ ഇത് കുറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അത് റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന മെഡിസിൻ കോസ്റ്റിക്കാണ്. പിന്നെ ഈ ഡയബറ്റീസ് ഒക്കെ വന്ന് എവിടെയും മുട്ടിക്കഴിഞ്ഞാൽ പഴുത്താൽ അതിനൊരു ഗാംഗ്രീൻ പോലെ ആകാൻ തുടങ്ങിയാൽ ഒരു അഴുക്ക് സ്മെല്ലൊക്കെ കാണും. ഒരുമാതിരി ചത്ത് കഴിഞ്ഞാൽ കഡവറിക് സ്മെല്ല് പോലെയൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വന്നാൽ കൊടുക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 5 ഡ്രോപ്സ് വീതം 5-10 തൊണ്ടി വീതം ഒഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും. അകത്തോട്ട് കുടിക്കാനും കൊടുക്കും. ഒരു TDS QAD. കലണ്ടില തന്നെയാണോ സാറേ? കലണ്ടില തന്നെയാണോ? കലണ്ടുല അല്ല, ഇച്ചിനേഷ്യ. ഇച്ചിനേഷ്യ ECHINCA പിഞ്ചറാണ്. ഹെഡ് ഇഞ്ചുറീസ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് നാട്രൽ സൾഫ് ആണെങ്കിലും എനിക്ക് ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ വൈഫ് സ്കൂട്ടറിൽ 2 പേരും കൂടെ പോയത് ഒരു വർഷം മുമ്പാണ്. പുറകോട്ടടിച്ച് അബോധാവസ്ഥയിലായി. ഏകദേശം 3 മാസം അബോധാവസ്ഥയിലായി. മെഡിക്കൽ കോളേജിലൊക്കെ കിടന്നിട്ടൊന്നും കുറഞ്ഞില്ല. നമ്മുടെ നാട്രൽ സൾഫ് കൊടുത്തപ്പം 0/3 ആണ് കൊടുത്തത്. 6 മാറി മാറി കൊടുത്തു. അത് കൊടുത്തപ്പം കംപ്ലീറ്റ് ഈ ഒരു ബോധമൊക്കെ വന്നു. എങ്കിലും ആ കോൺഷ്യസ് ആയിട്ടുള്ള പഴയതുപോലെയുള്ള എഫക്റ്റ് ഇത് അവർ വന്നിട്ടില്ല. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന മെഡിസിൻ കെലിബോറസ് ആണ്. ഹെഡ് ഇഞ്ചുറീസിക്ക് ആഫ്റ്റർ എഫക്റ്റിന് കൊടുക്കാവുന്ന ഒരു 1-ാം തരം മെഡിസിനാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വേറൊരു മെഡിസിൻ കിട്ടിയിരിക്കുന്ന ഇഞ്ചുറിക്ക് നേർവ്സിന് ഫിംഗർ ടിപ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ ആരൊക്കെ കൊള്ളും, കയ്യെ സൂചി കൊള്ളും. അങ്ങനെ ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ട് കയ്യേലും കാലിലും ഒക്കെ വന്നാൽ ഭയങ്കര നേർവ്സിന് പെയിൻ അങ്ങനെ വന്നാൽ
അതുപോലെ നടുവിന് വേദനയൊക്കെ വീണിട്ട് പുറകോട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വീണിട്ട് ഈ ചന്തി അടിച്ച് വീണിട്ടൊക്കെ ആണെങ്കിൽ കൈപ്പറിക്കുവാണ്. ലടംപാല് ഈ ഒരുമാതിരി ഈ സൂചി കൊണ്ട് കുത്തുന്ന പോലെയുള്ള അല്ലെ ഏതെങ്കിലും കടുന്നല് കുത്തിയ മാതിരിയുള്ള വേദന ഉണ്ടെങ്കിൽ ലടംപാല് നല്ല, കടുന്നൽ കുത്തിനും ലടംപാല് നല്ലതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. നേട്രോസെപ്പ് നല്ലൊരു മരുന്നാണ്. സെപ്റ്റിക് ആയ കണ്ടീഷനിൽ പൈറോജിന് നല്ലൊരു മരുന്നാണ്. പിന്നെ ഒന്ന് റൂട്ട. ഏതെങ്കിലും ഈ പിച്ചാത്തി എന്തെങ്കിലും കൊണ്ട് കൈ മുറിയാണെങ്കിൽ ബ്ലേഡൊക്കെ കൊണ്ടാണെങ്കിൽ അത് ഒരുമാതിരി ബ്ലൂ ബ്ലാക്ക് അപ്പിയറൻസ് ആയി കഴിഞ്ഞാൽ റൂട്ടാണ്. പിന്നെ ആപ്സസ് ആയി കഴിഞ്ഞാൽ സൈലീഷ്യയാണ് മരുന്ന്. ഷാർപ്പിൻ ഈ കത്തി കൊണ്ടും വാളുകൊണ്ടും ഒക്കെ മുറിഞ്ഞാൽ സ്റ്റാഫിസാക്രി എന്ന നല്ലൊരു മെഡിസിനാണ്. അകത്തോട്ട് ഇത് ഒതുങ്ങിയിട്ട് പുറമെ കരിഞ്ഞു കാണും, അകത്ത് പഴുപ്പുണ്ടെങ്കിൽ സഫർ കൊടുത്താൽ അത് വെളിയിലോട്ട് വരും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഈയിടെ എനിക്ക് കിട്ടിയ വേറൊരു കേസ്, ഒരു കുട്ടി എന്ന് പറയാൻ പറ്റില്ല, കല്യാണം കഴിച്ചില്ലാത്തതുകൊണ്ട് ആ കുട്ടി എന്ന് പറഞ്ഞു, 42 വയസ്സുണ്ട്. അവരോട് ആരാണ്ട് പറഞ്ഞു, ആരാണ്ട് യോഗ പഠിപ്പിക്കുന്നവരുണ്ട്, മെഡിറ്റേഷൻ, സൂര്യനെ നോക്കി മെഡിറ്റേറ്റ് ചെയ്താൽ മതി, അങ്ങനെ എല്ലാ അസുഖവും കുറയും. അവർ ഒരു 10-15 മിനിറ്റ് നോക്കിയുള്ളൂ. ഉടനെ തന്നെ അവർ കണ്ണിന് വെള്ളം വരാൻ തുടങ്ങി, തലവേദന തുടങ്ങി. ഉടനെ അവർ നിർത്തി. എങ്കിലും കണ്ണ് ഡോക്ടറെ പോയി കാണിച്ചു. അന്നേരം പറഞ്ഞിട്ട് റെറ്റിനയ്ക്ക് എന്തോ കുഴപ്പമാണ്, ഇൻഫ്ലമേഷനായി, ബുദ്ധിമുട്ടാണ്, ഏതായാലും നോക്കാം. കുറേ മരുന്നും തൊഴിമരുന്നും ഒക്കെ കൊടുത്തു, പക്ഷെ കുറഞ്ഞില്ല. അവസാനം അടുത്തുള്ള ഒരു ഹോമിയോപ്പതിക്കാരനെ കാണിച്ചു. ആർമിക്ക ഉള്ളിലോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അന്നേരത്തെ 2 ആഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നാസിക് എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ വീട്ടുകാരെല്ലാം എൻ്റെ അടുത്ത് നിന്ന് മരുന്ന് മേടിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്, അങ്ങനെയാ വന്നു. ഏതായാലും ഞാനത് റെപ്പർട്ടൈസ് ചെയ്തപ്പം ഈ കണ്ണിൻ്റെ റെറ്റിനയ്ക്കുണ്ടാകുന്ന സൺറൈസ് കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറിക്ക് റൂട്ട നല്ല മെഡിസിനാണ്. റൂട്ട 0/3 ഒരു മണിക്കൂർ അരമണിക്കൂർ ഇട്ടിട്ട് കഴിച്ചു. 24 hours അവരുടെ കാഴ്ച കംപ്ലീറ്റ് തീർത്തും കാഴ്ച തിരിച്ചു കിട്ടി. ഇങ്ങനെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് പലതിനും കിട്ടും. അതുപോലെ കണ്ണിന് ഡബിൾ വിഷനും ജൽസീമിയും ഒരുപാട് കേസ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറയും ഹോമിയോപ്പതി സ്പെസിഫിക് ഒന്നും ഇല്ലെന്ന്, പക്ഷെ ഒത്തിരി നാളത്തെ 19 വർഷക്കാലം ചികിത്സിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ചില മരുന്നിൻ്റെ ഇൻഡിക്കേഷൻ അത് വളരെ ഇൻഡിക്കേറ്റഡ് ആയിട്ട് കാണും. അത് വെച്ച് നമുക്ക് ചില ബ്ലൈൻഡ് പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അത് ഈ ഡിപ്ലോപ്പിയ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അപൂർവം ചില കാറ്റാക്ടിന് ഞാൻ സാധാരണ ഓപ്പറേഷനാണ് പറയാറുള്ളത്. അത് ഫോസ്ഫറസ് കൊണ്ട് ഒരുപാട് പേർക്ക് പറഞ്ഞു അവോയ്ഡ് ചെയ്ത കേസുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ ഫോസ്ഫറസ് ഈ കാപ്പിലറി ബ്ലീഡിങ്ങിന് ഒരു നല്ല മെഡിസിനാണ്. അതായത് നേസർ റേസ് അഴിച്ചിട്ട് വന്നിട്ടും കുറയാത്ത കേസുകളിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നത് പലർക്കും അനുഭവമാണ്. അവർക്ക് കാപ്പിലറി ബ്ലീഡ് ഡയബറ്റീസ് കൂടിയിട്ട് കാപ്പിലറി ബ്ലീഡിങ് ആയിട്ട് ഞാൻ ഫോസ്ഫറസ് 0/3 നമ്മുടെ ജയചന്ദ്രൻ ഡോക്ടർ പലർക്കും കൊടുക്കുമോ ഒക്കെ. പിന്നെ വേറെ ഏതാണ്ട് 20,000 കോളേജിലുള്ള ഡോക്ടർ. പിന്നെ നമ്പർ ഓഫ് കേസസ് ഈ ഫോസ്ഫറസ് 0/3 കൊണ്ട് കുറയും. ഈ കാപ്പിലറി ബ്ലീഡിങ് കണ്ണിനകത്ത്. പിന്നെ നമുക്കൊരു നമ്മള് ഈ കാറിലൊക്കെ പോകുമ്പോ കാറിലോട്ട് ടാറ് വീണ ഇങ്ങനെ കേക്കാവോ? ഇടയ്ക്ക് റേഞ്ച് പ്രോബ്ലം വരുന്നുണ്ട്. റേഞ്ച് പ്രോബ്ലം ഇവിടെ സ്ഥിരമുണ്ട്. ചുറ്റിനും 21 നിലയുള്ള കെട്ടിടം, ഞങ്ങളുടെ 7 നിലയുണ്ട്. ഒരുമാതിരി സദാം ഹുസൈനും
പിന്നെ ഒക്കെ ഇരിക്കുന്ന മാതിരി, മിണ്ടാതനും ഒക്കെ ഇരിക്കുന്ന മാതിരി ഇതുപോലെയോ മുറുക്കാത്തിരിക്കുന്നതുകൊണ്ട് റേഞ്ച് ഇപ്പം ഒരു 3-4 മാസമായി. അതിന് മുമ്പ് കുഴപ്പമൊന്നുമില്ല. അതിന് വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റേഞ്ച് പ്രോബ്ലം. ഇപ്പൊ കേൾക്കാതാകുമ്പം പറയണേ. ആ എനിക്കറിയാം, എനിക്ക് ആളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഫോസ്ഫറസ് കണ്ണിനുള്ള ഒന്നാം തരം ഒരു റെമഡിയാണ്. പിന്നെ ടൈസ് പലപ്പോഴും വർസാറ്റൈക്കും സൈനീഷ്യ കൊണ്ട് ഇഷ്ടം പോലെ സ്റ്റൈൽസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ കാണിക്കാറുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന, അതുകൊണ്ട് ഞാൻ ഇതിലോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല. ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ. പിന്നെ ചിലപ്പം നമുക്ക് ചില കേസുകൾ അപ്പം ഞാൻ അടുത്ത ഈ ഇത് പുകവലിക്കുള്ള മെഡിസിനെ കുറിച്ച് പറയാനായിട്ടിരുന്നതിൽ വെച്ചിരുന്ന 1-2 മരുന്നാണ്. ഒന്ന് ടബാക്കം ആ സ്ട്രോങ് ക്രേവിങ്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു റിലേറ്റീവ്, എൻ്റെ ഡോക്ടർ മകള് അമേരിക്കയിലാണ് പോയി. അയാൾ സ്ഥിരം ചെറുപ്പത്തിലെ സിഗരറ്റ് വലി തുടങ്ങി. നിർത്തണമെന്നുണ്ട്, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തണുപ്പോടെ അടിച്ചപ്പോൾ കാലിന് ഭയങ്കര വേദന, അൺബിയറബിൾ. എന്നാ മരുന്ന് കഴിച്ചിട്ടും കുറേ. ഞാൻ അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് നമ്മുടെ മെഡിസിൻ കൊണ്ട് കംപ്ലീറ്റ് മാറി. അത് ഈ ഫസ്റ്റ് ഞാനത് എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അവസാനം ഞാൻ കൊടുത്ത ടബാക്കം, അത് 200 ആണ് പൊട്ടൻസി. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ കൊടുത്തു. 200-ഉം 0/3-ഉം മാറി മാറി കൊടുത്തു. അയാളുടെ പുകവലി നിന്നു. അങ്ങനെ ഒരുപാട് പുകവലിക്കാരുടെ പുകവലി നിർത്താൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാനിരുന്ന, ഇപ്പം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗമൊക്കെ അന്നേരം പറയാം. പിന്നെ വേറൊരു മരുന്ന് പ്ലാന്റാഗോ, മദർ ടിഞ്ചർ ചിലർക്ക് അതിൻ്റെ കൂട്ടത്തിൽ പരിക്കാവെന്ന് കൊടുക്കാറുണ്ട്. പെട്ടെന്ന് റിലീഫ് കിട്ടുന്ന ഒരു മെഡിസിനാണ് പ്ലാന്റാഗോ. പിന്നെ അടുത്ത കാലത്ത് ഈ ക്രേവിംഗ് ഫോർ ടുബാക്കോ പിന്നെ എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല. പിന്നെ അവസാനം ഞാൻ അയാളുടെ ഹിസ്റ്ററി ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അയാൾക്ക് സ്ഥിരമായിട്ട് കറുത്ത പുലിയ സ്വപ്നം കാണും. കറുത്ത പുലി. അന്നേരം ഒന്നും കിട്ടാതെ വന്നാൽ, എഫക്റ്റ് കിട്ടാതെ വന്നാൽ ഞാൻ ചെന്ന് പിടിക്കുന്ന ഒരു സാധനമാണ് ഡ്രീംസ്. ഇതെനിക്ക് ഡോക്ടർ ദിവാൻ ഹരിച്ചത് സാറും ഡോക്ടർ ആർ പി പട്ടേലും പറഞ്ഞു. അതിൽ കുഴിച്ചപ്പം ഒരു മെഡിസിൻ, ഈ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം, എന്തെങ്കിലും ഞാൻ തന്നെ പറയാം. എല്ലാവരും ഓർത്തിരിക്കുകയാണ്. എനിക്ക് അതുപോലെയല്ലേ. ലാഫിൻ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്. അത് 0/3 കണ്ടിന്യൂസ് കുറേ ദിവസം കൊടുത്തു. ടുബാക്കോ ക്രേവിംഗിൽ നിന്നു അത് ഏകദേശം ബാക്ടീഷ്യയുടെ സിംറ്റമാണ്. കോട്ടിംഗ് ഓഫ് ടം ഉണ്ട്, ബ്ലാക്ക് കാറ്റ്. ഞാൻ ഇത് പുലിയാ കണ്ടത്. പുലിയുടെ ലെപ്പാർഡിനെ കണ്ടതായിട്ട് ട്രീംസ് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഉണ്ടോയെന്ന് എനിക്കറിയാൻ മേല. പക്ഷേ അവരെ പറഞ്ഞ അറിവനുസരിച്ചിട്ട് ഞാനത് ബ്ലാക്ക് കാറ്റ് എന്നുള്ളത് ഈ പുലിയാക്കി എടുത്തു. അതിനത് റിസൾട്ട് കിട്ടി. പിന്നെ പലപ്പോഴും വേറൊരു ഈ SND എന്ന് പോയിട്ട് റിസൾട്ട് കിട്ടാത്തത്, ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, അങ്ങനെ മാറി വരും. ലെഫ്റ്റിൽ വരുമ്പം നമ്മൾ മെഡിസിൻ ഡാക്കസിസ് കൊടുക്കുമ്പോൾ റൈറ്റിലോട്ട് പോകും. റൈറ്റിൽ ചെല്ലുമ്പോൾ ഡൈക്കോപ്പോഡിയും ബോഡോപ്പും അല്ലല്ലേ, അത് കൊടുത്തപ്പോൾ ലെഫ്റ്റിലോട്ട് പോകും. റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് വെച്ചിട്ട് അത് കൺഫർമേറ്ററി നോക്കാൻ നോക്കിയപ്പം അതിൻ്റെ അകത്ത് ലാക്കനൈനും കൊടുത്തു, ഡ്രീംസ് ഓഫ് സ്നേക്ക്. വേറെ ചില കേസുകളിലൊക്കെ ഡാക്കസിസ് കൊണ്ട് ഇഷ്ടം പോലെ കേസുകളിൽ, പല കേസുകളും ഇൻക്യൂറബിൾ കേസുകളിൽ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ കൈവക്കിയാൽ ഞാൻ മാറാം. അവർക്കൂടെ പറയാനുള്ള അവസരം കൊടുക്കണ്ടേ. ഞാൻ വേറെ തുടരണം. നമുക്ക് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവര് പറയട്ടെ. കാരണം ഞാനും ഡോക്ടർ ധനേശും കൊണ്ട് മാത്രം ഇത് തീർത്താൽ അതൊരു ശരിയാകുമല്ലോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. എന്നിട്ട് പറയാനില്ലെങ്കിൽ ബിനോയ് ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഹോസ്റ്റ് ആണല്ലോ ബിനോയ് ഡോക്ടർ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ
ആ, വീഡിയോ ഇല്ല. വിനോയ് ഡോക്ടർ ഓക്കെ. എല്ലാവർക്കും ഉം, കാണാമോ? സംസാരിക്കും. ഞാനൊരു ഡിപ്ലോമ ഹോൾഡറാണ്. എനിക്ക് BHMS ഇല്ല. ആ, ഒരു 10-25 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു 3 മെഡിസിൻ ഞാൻ പറയാം. ഞാൻ ഉപയോഗിച്ചാണ്. അപ്പോൾ 3 കേസുകൾ. ഒന്ന്, ഒരു ഒരു 30 ഇയർ ഓൾഡ് അഡൾട്ടാണ്, മെയിലാണ്. നാട്ടില് പല ഹോസ്പിറ്റലുകളിൽ പോയി, മെഡിക്കൽ ട്രസ്റ്റ്, ലിസി ഹോസ്പിറ്റല്, അങ്ങനെ പല ഹോസ്പിറ്റലുകളിൽ പോയിട്ട് പുള്ളിക്ക് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം മാറുന്നില്ല. അപ്പൊ പുള്ളി അതുകൊണ്ട് ഒരു 35 ഇയർ ഉണ്ട്, പുള്ളി കല്യാണം കഴിക്കുന്നില്ല. സിംറ്റം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ഹാർട്ടിൽ ഈ ഇടയ്ക്ക് പാൽപിറ്റേഷൻ ഉണ്ടാവും, പൾസ് മിസ് ചെയ്യും, ഞെരുക്കുന്ന, ഹാർട്ട് ഞെരുക്കുന്ന പെയിനാണ്, ഭയങ്കര പെയിനാണ്. പുള്ളിക്ക് ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രശ്നമാണ്. കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി എല്ലാ ടെസ്റ്റും ചെയ്തു, ഈ ഡിസൈൻകത്തെ ക്യൂർ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇയാൾ എന്നോട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഹോമിയോപ്പതിയിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരു മെഡിസിൻ സെലക്ട് ചെയ്ത്, കറക്റ്റ് മെഡിസിൻ ആയിരുന്നു. പറയാമോ ആർക്കെങ്കിലും? ഞെരുക്കുന്ന, ഈ ഹാർട്ട് ഞെരുക്കുന്ന വേദനയും അതുപോലെ തന്നെ പാൽപിറ്റേഷനും ഉണ്ട്. ഒറ്റ കാക്ടസ് ആണ്. സിംറ്റം കറക്റ്റാണ്. ആ കാക്ടസ് കറക്റ്റായിട്ട് കൊടുത്തു. അത് ഫസ്റ്റ് 30 കൊടുത്തു, പിന്നെ 1 ഡോസ് കൊടുത്തു. അബ്സല്യൂട്ട് ആയിട്ട് അത് ക്യൂറായി. അതിന്റെ സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പോയതാണ്. പുള്ളിക്ക് ഫിനാൻഷ്യലി നല്ല ഹൈ ആണ്, പക്ഷേ ഹി ഈസ് നോട്ട് മാരിയിങ് ബിക്കോസ് ഹി ഈസ് സ്കേർഡ്. പിന്നെ വേറൊരു കേസ്, അതായത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതുപോലെ തന്നെ എല്ലായിടത്തും കഴിഞ്ഞിട്ടാണല്ലോ ഹോമിയോപ്പതിയിലേക്ക് വരുന്ന ആളുകൾ. ഒരു ഒരു 70 ഇയർ ഓൾഡ് അഡൾട്ടാണ്, മെയിലാണ്. പുള്ളിയുടെ ഈ മോണല് വലിയ വ്രണം, അത് നമ്മുടെ ഈ തമ്പ് ഫുള്ളായിട്ട് പോകും, അതിലേക്ക് ഇറക്കി വയ്ക്കാം. പുള്ളി ഇതുപോലെ തന്നെ പല ഹോസ്പിറ്റലുകളിലും പോയി, റിനൗണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഫിനാൻഷ്യലി സൗണ്ടാണ്, അപ്പോൾ അവർക്ക് പൈസ ക്യാഷ് സ്പെൻഡ് ചെയ്യാനുണ്ട്. പല ഹോസ്പിറ്റലുകളിലും പോയി, ഈസ് നോട്ട് ഗെറ്റിംഗ് ക്യൂർ. ഫൈനലി ഹി കെയിം ടു മീ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ക്യാൻ യു ഹെൽപ്പ്, ക്യാൻ ഹോമിയോപ്പതി ഹെൽപ്പ്? ഇതിന് ഒരു സിംഗിൾ മെഡിസിനാണ് കൊടുത്തത്. കുറച്ച് ഒരു 3 വീക്സ് കൊണ്ട് ആ അത്രയും വലിയ വ്രണം നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റി കംപ്ലീറ്റ് ആയിട്ട്. ഇതുപോലെ തന്നെ കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് പുള്ളി ട്രീറ്റ് ചെയ്താണ്. നോ ക്യൂർ ഫോർ ഹിം. ഒരു വ്രണമല്ല, പല 2 സൈഡിലും, ഈ വാർഡ് 2 സൈഡിലും ഉണ്ടായ ഇതുപോലെ വ്രണം. അത് വലുതാണ്. ഏതായിരിക്കും മെഡിസിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ചാറ്റ് ബോക്സിൽ വായിക്കാത്ത ഇടാം. ആർക്കെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. മക്സോളാണോ? മെർസോളാണ്. അത് കൊടുത്തു. 3 വീക്സ്. പുള്ളി ഭയങ്കര സർപ്രൈസ് ആയി പുള്ളി. ഇതുപോലെ തന്നെ അലോപ്പതി ഹോസ്പിറ്റലുകളിലെല്ലാം എല്ലാം പോയിട്ടാണ് വന്നത്. ഈ നമ്മുടെ അടുത്തേക്ക് വരുന്ന കാര്യമാണല്ലോ, അലോപ്പതിയിൽ പോയിട്ട് ലാസ്റ്റ് റിസോർട്ടായാണ് ഹോമിയോപ്പതിയിൽ വരുന്നത്. മെർസോള് കൊടുത്തു. അത് ഏതാ പൊട്ടൻസി എന്താ? 30 ആണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അറ്റ് എൻഡ് 1 കൊടുത്തു. 200ലേക്ക് വന്നിട്ടാണോ? 200 കൊടുത്തില്ല, നേരെ 30 വണ്ണം? 30 30 കൊടുത്തപ്പോൾ കുറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പാടുകളും തടിപ്പുകളും വരാൻ തുടങ്ങി വീണ്ടും. അപ്പോൾ 1 കൊടുത്തു. 1 ഒരു 3 to 4 ഡോസ് കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 1 വീക്കിൽ ഒരു ഡോസ് കൊടുത്ത്, ദാറ്റ്സ് ഇറ്റ്. കംപ്ലീറ്റ്ലി ക്യൂർഡ് ആക്ച്വലി. ഹി ഗോട്ട് സർപ്രൈസ്ഡ്. കാരണം ഇതുപോലെ വലിയ ഹോസ്പിറ്റലുകളിൽ, നമ്മൾ ഈ പറയുന്നത് എറണാകുളത്തുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉള്ള ഒക്കെ പോയിട്ട് വന്നതാണ്. അതാണ് നമ്മുടെ ഹോമിയോപ്പതിയുടെ ഒരു സർപ്രൈസ്, ഇറ്റ്സ് എ മിറക്കിൾ. പിന്നെ ഇതുപോലെ ഒരു കുട്ടി, ചെറുതിലേ തൊട്ട് കൊച്ചിന് ആസ്മയുണ്ട്. ഈ എപ്പോഴും വലിയാണ്. ഇപ്പൊ ഡോക്ടർ ആദ്യം നമ്മുടെ നരേഷ് ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോഴും വലിയ ആസ്മയുടെ ഉപദ്രവം. ഈ പറഞ്ഞ പോലെ ലിസി ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും മെഡിക്കൽ ട്രസ്റ്റും എല്ലാം പോയി വർഷങ്ങളായിട്ട് നടന്നതാണ്. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ ക്യൂർ. ഫൈനലി ദേ കെയിം ടു മീ ആക്ച്വലി. എനി ഹെൽപ്പ്? ഞാൻ ഇത് കാരണം ഇത് വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുന്നതുകൊണ്ട് നമുക്കൊരു
കേസ് എടുക്കാനൊരു നമുക്കൊരു ധൈര്യമുള്ളതുകൊണ്ട് കേൾക്കാം. ഈ മെഡിസിൻ എന്നാന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. മെഡിസിൻ ഇനീഷ്യലി നമ്മുടെ അക്കോണേറ്റം അതുപോലെയുള്ള ഇനീഷ്യൽ മെഡിസിൻ കൊടുത്തിട്ടാണ് ഞാൻ ഒരു മെഡിസിൻ കൊടുത്തു. പറയാമോ ഏതാണെന്ന്? ആ മെഡിസിനും ദാറ്റ്സ് ഇറ്റ്. ശരിക്കും വലിവുണ്ട്. വലിവും ആസ്മയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ. എത്ര വയസ്സുള്ള കുട്ടിയാണ്? കുട്ടിക്കൊരു 9 വയസ്സുള്ളൂ. ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഈ എന്തോ ത്വക്ക് രോഗം ഉള്ളി വലിഞ്ഞെന്തോ ആണ്. പക്ഷേ ആസ്മ ഈസ് നോട്ട് ഗെറ്റിംഗ് എനി ഹെൽപ്പ്. ഈസ് സ്ട്രഗ്ലിംഗ് ഓൾ ദ ടൈം. വേറെ സിംറ്റംസ് എന്തെങ്കിലും? വേറെ സിംറ്റംസ്, ആള് മെലിഞ്ഞ ആളാണ്, മെലിഞ്ഞ കുട്ടിയാണ്. രാത്രിയിലൊക്കെ ആസ്മയുടെ ശല്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി, നമ്മുടെ മെഡിക്കൽ കോളേജിലും നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റില്, ലിസിയിൽ, അതുപോലെയുള്ള എറണാകുളത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് വന്നതാണ്. They are not getting. ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാൻ കേട്ടോ. നമ്മൾ എല്ലാം ഉപയോഗിക്കുന്ന മെഡിസിനാ. ഇപ്പേക്കാണ് കൊടുത്തത്, ഇപ്പേക്ക്. അത് ഏത് കുട്ടികൾക്കും? 30 കൊടുത്തു. ഇപ്പേക്ക് കൊടുത്തപ്പോൾ ആ കുട്ടി 1 വീക്ക് മീൻസ് ഫസ്റ്റ് കപ്പിൾ ഓഫ് ഡോസ് തന്നെ സോർട്ട് ഔട്ട് ചെയ്തു. പക്ഷെ 1 to 2 വീക്സ് കഴിച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറി. ചില മെഡിസിൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഡസ് ദ മാജിക്. ഡോക്ടർ ബിനോയ് എവിടെയാണ്? ഞാനിപ്പോൾ US ഞാൻ IT പ്രൊഫഷണലാണ്. എനിക്കൊരു ഹോമിയോപ്പതി ഡിപ്ലോമ ഉണ്ട്. ഞാനൊരു 25 ഇയേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മ ഹോമിയോപ്പതി പ്രാക്ടീഷണറാണ്, 55 ഇയേഴ്സ്. ഞാൻ ചൈൽഡ്ഹുഡ് തൊട്ട് ഹോമിയോപ്പതി എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് അതിന് പാഷനേറ്റ് ഹോമിയോപ്പതി പ്രാക്ടീഷണർ. അപ്പൊ ഇപ്പൊ അവിടെ ഹോമിയോപ്പതിയുടെ ഇല്ല? ഇവിടെയുണ്ട്. നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലുള്ള ഫാമിലി ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. ഡോക്ടർ എപ്പിക്കാക്ക് സെലക്ട് ചെയ്യാനുള്ള സിംറ്റംസ് ഏതാ ഡോക്ടർക്ക് കിട്ടിയത്? എപ്പിക്കാക്ക് ഈ നൈറ്റില് അതുപോലെയുള്ള ഇതില് ഈ ബേസിക്കലി റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതാണ് ശ്രദ്ധിച്ചത്, ഫൈൻഡ് ചെയ്തത്. ഈ വലിവ് അല്ലെങ്കിൽ ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് ഇപ്പൊക്കെ വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ കോഴ്സ് പഠിക്കുന്ന കാലത്ത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഈ റെസ്പിറേറ്ററി ഇഷ്യൂസ് അതിന് ക്രോണിക്കാണ്, അതല്ല അക്യൂട്ട് അല്ല, ക്രോണിക് ആയിട്ടുള്ള ഇഷ്യൂസ്, റെസ്പിറേറ്ററി ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ വലിവ് വരുമ്പോൾ നമുക്ക് ഇപ്പേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പേക്ക് ഇസ് എ ഗുഡ് റെമഡി. അതെൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഇപ്പേക്ക് ചൂസ് ചെയ്യാൻ കാരണം. സാധാരണ നമ്മൾ എപ്പിക്കാക്കിന്റെ ഒരു ഇത് പറയുന്നത്, ഈ കുട്ടികളുടെ ആണെങ്കിലും പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ വായിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക, ഓക്കാനിക്കുക, ചുമയോടുകൂടി കുത്തി 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 ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക. അതെ, ആ ചുമ, ആ കുത്തിക്കുത്തിയുള്ള ചുമ, ഇങ്ങനെ ഇത്. അതായത് ഈ ഇൻക്രീസ്ഡ് സലൈവേഷൻ ആയിരിക്കും, പക്ഷെ ദാഹം കാണത്തില്ല. ഇങ്ങനെയുള്ള ചില സിംറ്റംസ് കവർ ചെയ്യുമ്പോഴാണ് സാധാരണ എപ്പിക്കാക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധാരണ ഈ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന ഒരു മെഡിസിൻ ആണ് എപ്പിക്കാക്ക്. ഞാനത് സെലക്ട് ചെയ്തത് കറക്റ്റ് ആയിട്ട് വർക്കായി. കൊച്ചു കുട്ടികളാകുമ്പോഴത്തേക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ വയറ്റിൽ നിന്നൊക്കെ പോകുന്നതിന് പച്ച നിറത്തോടെയൊക്കെ പോകാം. ഓക്കാനം ഉണ്ടാകും. ഓക്കാനമാണ് അതിന്റെ റിച്ചിങ്, ആ ഒരു തികട്ടി തികട്ടി ഓക്കാനിക്കുന്ന ഒരവസ്ഥ. അത് പ്രധാനമായിട്ട് എപ്പിക്കാക്കിന്റെ ഒരു ലക്ഷണമാണ്. ഈ കേസ് കുറെ നാളുകളായിട്ട് ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അവരെ ഫാമിലി തന്നെ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഒരു കൊച്ചേ ഉള്ളൂ അവർക്ക്, ഒരു ആൺകുട്ടിയുള്ളൂ. അപ്പോൾ ദേ ബീൻ സ്ട്രഗ്ലിംഗ്. That's the 3 medicines I want to share. That's it. Thank you. സലീംകുമാർ ഡോക്ടറെ, ഡോക്ടർക്ക് എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. ഇനി വേറെ ആരൊക്കെയാണ് ഉള്ളത് സംസാരിക്കാൻ? നിങ്ങൾക്ക് ഓരോ കേസും ഇത് എല്ലാവർക്കും പറയാം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. കാരണം ഇന്ന് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ഷഫീഖ് ഡോക്ടറെ, ഡോക്ടറുടെ ഇതുപോലുള്ള ഒരു കേസ് പിക്കാക്കിന്റെ അനുഭവം പറയും, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ. കേൾക്കോ?
കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. ആ, എനിക്ക് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കുറുപ്പ് സാറ് പറഞ്ഞ പോലെ കണ്ണിൽ ഈ ഡിഫറൻ്റ് ആയിട്ട് സ്റ്റൈസ് വരുന്ന കേസ്. എനിക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു ഒരു ലേഡി. വന്നപ്പോഴ് ഈ ഐലിഡ് അപ്പർ ഐലിഡിൽ നോക്കിയപ്പോൾ ഇങ്ങനെ വര വര പോലെ ഞാൻ കേട്ടത്. അപ്പൊ ഡോക്ടർ ഇത് 13 ഞാൻ കൊണ്ടുപോയി ഇത് ചെയ്തിട്ടുണ്ട്, പിന്നെ എടുത്ത് ഓപ്പൺ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടയാളമാണ് ഈ വര വര പോലെ കിടക്കുന്നത്. മറ്റേ കണ്ണിൽ 4-5 ആയി. അപ്പൊ ആരോ പറഞ്ഞു ഡോക്ടറെ അടുത്ത് വന്നാൽ ഇതിന് മരുന്നുണ്ടെന്ന്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നത്. സ്റ്റാഫിസാഗ്രിയാണ് ഞാൻ കൊടുത്ത 200. എന്താണെങ്കിലും അത് ഒരു കൂടി വന്ന ഒരു 10 ഡോസാറ്റം കഴിച്ച് കാണും. ആ കുട്ടിക്ക് ഇന്ന് വരെ, വലിയ പ്രായമുള്ള ആളല്ല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന ഒരു ലേഡിയാണ്. എന്താണെങ്കിലും ആ കുട്ടിക്ക് ഇന്ന് വരെയും പിന്നെ സ്റ്റൈസ് വന്നിട്ടില്ല. നമ്മുടെ മെഡിസിൻസ് ഒക്കെ അതുപോലെ തന്നെ ഈ ശ്വാസം മുട്ട് കേസ് മിക്കവാറും കുട്ടികൾ വർഷങ്ങളോളം അലോപ്പതി ട്രീറ്റ് ചെയ്തിട്ട് നമ്മളെടുത്ത് വരുന്നത്. പക്ഷെ നമുക്കുള്ള ഹോമിയോപ്പതിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ സിംറ്റംസ് ചോദിക്കുമ്പം ഈ കുട്ടി ശ്വാസം മുട്ട് വരുമ്പം കിടക്കൂ ഇരിക്കൂ എങ്ങനെ നമ്മൾ ആ ഇത് ചോദിക്കുമ്പം മിക്കവാറും ഉള്ള ചിലർ പറയാറുണ്ട് ഈ കുട്ടിക്ക് ശ്വാസം മുട്ട് വരുമ്പോൾ നമ്മൾ നേരെ പിടിച്ച് കിടത്തിയാലും കിടക്കത്തില്ല, എണീറ്റിങ്ങനെ തമിഴ്ന്ന് ഇങ്ങനെ നിൽക്കും. അതായത് നമ്മുടെ മുസ്ലിംസ് ഒക്കെ പ്രേയറിൽ കിടക്കും പോലെ കിടക്കും എന്ന് പറയും. ഞാൻ മെഡോറിനം 1000 2 ആഴ്ചയിലൊരിക്കൽ ഓരോ ഡോസ് കൊടുക്കും. ബാക്കിയുള്ള അക്യൂട്ടായിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഈ മെഡോറിനത്തിൽ തന്നെയാണ് അത്. ഇതൊക്കെ അവര് പേഷ്യന്റ് പറയുമ്പോൾ ഡോക്ടർ ഇത്രയും വർഷം അലോപ്പതി കൊടുത്തിട്ട് കുറയാത്ത ഹോമിയോയിൽ ഇങ്ങനെയൊക്കെ മരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് സിമ്പിൾ ആണിത്. അപ്പോൾ ഹോമിയോപ്പതിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മളെ ഈ ശ്വാസം മുട്ടിനൊക്കെ നമ്മൾ അതിന്റെ പോസ്റ്റർ നോക്കി മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ വേറെ പല പല കേസുകളുണ്ട്, എല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. സ്റ്റാഫിസാക്കിൽ ഞാൻ 2-3 കേസിൽ ഈ ലേഡിക്ക് മാത്രമല്ല, എല്ലാ 2-3 കേസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ സിംറ്റം ഒന്നും നോക്കണ്ട, റിക്കറന്റ് സ്റ്റൈസ് എന്നുള്ള ഒറ്റ സിംറ്റം വെച്ചിട്ട് തന്നെ കൊടുക്കുക. ഷുവറായിട്ടും റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ ബാക്കിയുള്ള സിംറ്റംസ് ഒന്നും ഞാൻ എടുക്കാതെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിനൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ. പിന്നെ ഈ ഡോക്ടർ പറഞ്ഞില്ലേ ഫോഡോഫൈലത്തിന്റെ സിംറ്റത്തിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് അങ്ങ് ഇളകും. അത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. ഈ സിംറ്റം ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോഡോഫൈലം കൊടുത്ത കറക്റ്റ് ഇൻഡിക്കേഷൻ ആയിരിക്കും. നല്ല വ്യത്യാസം വരും. പല പല കളറിലായിരിക്കും മോശം പോകുന്നതെന്നൊക്കെ പറയും. അതൊക്കെ അതിൽ മോർണിംഗ് ടൈമിൽ കാണും, ഉച്ച കഴിയുമ്പം കുറയും, അങ്ങനെയൊക്കെ പറയുന്ന കേസുകളുണ്ട്. അതിനൊക്കെ ഫോഡോഫൈലം വളരെ എഫക്റ്റീവാണ്. പോഡോഫൈലം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. നമ്മള് ലൂസ് മോഷൻ അങ്ങനെയുള്ള ഏത് കാര്യത്തിലും വയറ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കേസുകൾ പോഡോഫൈലം ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികളിൽ വരുന്ന ശ്വാസം മുട്ടിന് മെയിൻ ആയിട്ട് കുറെ മെഡിസിൻസ് ഉണ്ട്. നമുക്ക് അത് കേസ് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ തൂജ നമുക്ക് ഹെയർ പൊട്ടൻസീസ് കൊടുത്താൽ ഒരുപാട് കേസിന് റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ സാംബുക്കസിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ എപ്പിക്കാക്കിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. ആന്റിഡാർട്ടിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ആന്റി മാഴ്സും കൊടുക്കാറുണ്ട്. ആന്റി മാഴ്സിന് നല്ല റിസൾട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ളതാണ് ജനറലി പറയാനുള്ളത്. പക്ഷെ ഇതിലുള്ള മെയിൻ അതെന്ന് പറഞ്ഞാൽ അലോപ്പതി. പിന്നെ ഒരു കേസ്, ഒരു കുട്ടിയുടെ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ഫൈനൽ എക്സാം നടക്കുന്നു. കുട്ടിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ ഇറിറ്റേഷൻ വന്നിട്ട് പോയി ഛർദിക്കും പോലെ കാണിക്കും, ഭയങ്കര ഇത്. എന്നിട്ട് അമ്മയടുത്ത് പറയും എനിക്ക് എന്തോ ഇവിടെ നെഞ്ചിന്റെ ഈ കഴുത്തിന്റെ നെഞ്ചിന്റെ ഇടയിൽ എന്തോ ഇരിക്കുമാതിരി തോന്നുന്നു. അപ്പൊ അവര് ഈ പരീക്ഷ ആയതുകൊണ്ട് പെട്ടെന്ന് അവരുടെ മദറൊക്കെ BP ക്കൊക്കെ എൻ്റെ മരുന്ന് കഴിക്കണം. പക്ഷെ ഇതിൽ പരീക്ഷ ആയതുകൊണ്ട് നമ്മളടുത്ത് വന്നില്ല. പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി അവർ നേരെ ഗ്യാസ്ട്രോയിൽ ഏതോ ഡോക്ടറെ കൊണ്ട് കാണിച്ച്. ചുരുക്കം അവര് മരുന്ന് കൊടുത്ത് ഒരാഴ്ചയായിട്ട് ഒരു കുറവുമില്ല. അത് കഴിഞ്ഞ് ഈ കുട്ടിയുടെ ഫാദർ ഗൾഫിലാണ്, ബ്രദർ എയർഫോഴ്സിൽ വർക്ക് ചെയ്യണം. പുള്ളിയെ ലീവ് എടുപ്പിച്ച് വരുത്തി. കാരണം കുട്ടിക്ക് പരീക്ഷയാണ് അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ. ആ പയ്യൻ വന്ന് ഇനി കാണിക്കാൻ ഡോക്ടർമാരൊന്നുമില്ല. അവസാനം അവര് സൈക്യാട്രിയിലോട്ട് റെഫർ ചെയ്തു. അപ്പോഴവർക്ക് സംശയം തോന്നിയിട്ട് അവർ പറഞ്ഞു ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടൊക്കെ BP കൺട്രോൾ ആവാൻ ഡോക്ടറെ അടുത്ത് വന്നല്ലേ കൺട്രോൾ. അങ്ങനെ നേരെ എൻ്റെ അടുത്ത് വന്നു. അവസാനം ചുരുക്കം ഞാൻ കൊടുത്ത വെറും ഇഗ്നേഷ്യൻ. ഞാൻ പറഞ്ഞ് നിങ്ങൾ ഈ മരുന്ന് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള റിസൾട്ട് പറയാൻ പറയും. എന്താണെങ്കിലും
4 5 ദിവസം കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇപ്പം പഴയതിനേക്കാളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും കാണിക്കുന്നില്ല. ആള് ടെൻഷനും ഉണ്ടായിരുന്നു. അതും ഒരു റീസണാണ്. ചുരുക്കം നമ്മുടെ ഇഗ്നേഷ്യയിൽ ഞാൻ 200 ആണ് ആദ്യം കൊടുത്തത്. അവസാനം ഒറ്റ ഡോസേ കൊടുത്തുള്ളൂ. പിന്നെ ആ കുട്ടിക്ക് ആ പ്രശ്നം വന്നിട്ടേ ഇല്ല. ഇപ്പൊ ഇതൊക്കെ ഹോമിയോപ്പതിക്കേ കഴിയൂ. ഗ്യാസ്ട്രോയിലും ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി അവസാനം അവർ സൈക്കാട്രിയിലോട്ട് വിട്ടതാണ്. ഹിസ്റ്റീരിക്കലാണെന്നുള്ള രീതിയിലാണ് അവര് അവസാനം ഇത് ചെയ്തത്. നമുക്ക് അതിനുള്ള മെഡിസിനാണ് ഇഗ്നേഷ്യ. അത് കൊടുത്തപ്പോ പക്ഷെ അത് ആദ്യം നമ്മുടെ അടുത്ത് വന്നില്ല. കാരണം പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി പോയതാണ്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഒരുപാട് മിറക്കിൾസ് ഹോമിയോപ്പതിയിൽ ചെയ്യാൻ കഴിയും. പക്ഷെ അത് ഹോമിയോ ചികിത്സക്ക് എടുത്തോട്ടാ വിട്ടേ. എങ്ങനെ ഏറ്റവും നല്ല സൈക്കോളജിസ്റ്റിന്റെ അടുത്തോട്ടാണ് അവര് വിട്ടത്. അതല്ല ഡോക്ടറെ, വേറൊരു വിഷയം എന്ന് പറഞ്ഞാല് അവര് നമ്മടത്ത് വരുന്നത് പെട്ടെന്ന് കുറയ്ക്കാൻ ഉള്ള ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് അലോപ്പതി പോകുന്നത്. അതേപോലെ വേറൊരു ലേഡിയുടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് രാത്രിയാകുമ്പോൾ ഹസ്ബൻഡ് ബാങ്ക് ഓഫീസറാണ്. രാത്രി 1 മണി 2 മണിയൊക്കെ കഴിയുമ്പോൾ അടുക്കളയിൽ തട്ടമുട്ടും സൗണ്ട് കേൾക്കണം. അങ്ങനെ പുള്ളി നോക്കുമ്പോൾ വൈഫ് അടുത്തില്ല. അവസാനം നോക്കുമ്പോൾ അടുക്കളയിൽ പോയി ഫുഡ് കഴിക്കാൻ അങ്ങനെ 2 മണി 3 2:30 ആകുമ്പോഴാണ്. രാത്രി ഡിന്നറും കഴിച്ചിട്ട് കിടന്ന ആള് പിന്നെ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഒത്തിരി തടിയുള്ള സ്ത്രീയുമാണ്. അപ്പൊ ഇവർക്ക് തടി കൂടണം എന്നുള്ള ഒരു ടെൻഷനും ഉണ്ട്. അവസാനം അതും ഈ പറഞ്ഞ മോൻ അലോപ്പതി നഴ്സാണ്. പക്ഷെ അലോപ്പതി നഴ്സാണെങ്കിലും നമ്മുടെ ഇന്ന് തന്നെയാണ് മരുന്നൊക്കെ കഴിക്കണം. പയ്യനും ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ടെൻഷനായി വണ്ണം കൂടി പോകുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് പുള്ളിക്ക് പരിചയമുള്ള ഡോക്ടർമാരെയൊക്കെ കാണിച്ച് ഗ്യാസ്ട്രോയിലും അതിലൊക്കെ അവര് ആസിഡ് പെപ്റ്റിക് ഡിസീസ് എന്നൊക്കെ പറയും. കാരണം പെട്ടെന്ന് ദഹിച്ചു പോകണോണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പല മരുന്നും കൊടുത്ത് ഒരു രക്ഷയില്ല. ചുരുക്കം ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ച് നമ്മുടെ അടുത്ത് വന്നു. നമ്മളെ സ്ഥിരം മരുന്ന് കഴിക്കണവരാണെങ്കിൽ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി പോകണം. ഇതൊക്കെ തടി കൂടി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കം നമ്മളെ മെഡിസിൻ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞത് സോറണം പിന്നെ അനാകാർഡിയം കൊടുത്തിട്ടുണ്ട്. ഈ 2 മരുന്നിൽ തന്നെ അവരുടെ കംപ്ലൈൻസ് കംപ്ലീറ്റ് മാറി. സിംറ്റംസ് അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പൊ എന്താണെങ്കിലും ഇതേപോലെയൊക്കെ മിറക്കിൾസ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഹോമിയോപ്പതി സിസ്റ്റം തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിൽ ഈ ഹോമിയോപ്പതി ചികിത്സ എടുക്കാനും ഒരു ഭാഗ്യം വേണം. ഭാഗ്യമുള്ളവർക്കേ പറ്റൂ. അല്ലാതുള്ളവർക്ക് ഈ പറഞ്ഞാണെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ല, അലോപ്പതി മരുന്ന് കഴിച്ച് ആ മരുന്ന് കൊണ്ട് രോഗികളായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ. ഹോമിയോപ്പതി മെഡിസിൻ ആണ് ഏറ്റവും ഫാസ്റ്റ് ആക്ടിങ്. അത് പബ്ലിക്കിന് അറിവില്ലാത്തതുകൊണ്ടാണ്. ഏറ്റവും ഫാസ്റ്റ് ആക്ടിങ് ആണ് ഹോമിയോപ്പതി മെഡിസിൻസ്. ഷഫീഖ് ഡോക്ടർ, എന്തായാലും ഷഫീഖ് ഡോക്ടർ ഈ കേസ് പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത് വന്ന ഒരു കേസിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്ക് പ്രശ്നം അല്ലെ, എബ്രഹാം ഡോക്ടർ ഡോക്ടർ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ വളരെ ഡോക്ടർ സംസാരിച്ചല്ലോ. എബ്രഹാം ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാൻ ഡോക്ടർ സംസാരിച്ചിട്ട് ഞാൻ പറയാം. അൺമ്യൂട്ട് ചെയ്യാൻ കൊടുക്കും. അൺമ്യൂട്ട് ചെയ്തോ? ഹലോ കേക്കാം ഹലോ കേൾക്കാമല്ലോ. കേക്കാം. ധനേഷ് ഡോക്ടർ തീർത്തിട്ട് മതിയായിരുന്നു. ഞാൻ തീർന്നു വെച്ചിട്ടാണ് ഞാൻ അഡ്വൈസ് ചെയ്തത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കേസ്, ഞാൻ ഇതിലൊക്കെ എഴുതിയിട്ടിരുന്ന വാട്സാപ്പിലൊക്കെ എഴുതിയിട്ടിരുന്നു, പലരും കണ്ടു കാണും. എനിക്ക് ഒരു കേസ്, ഒരു ഡോക്ടർ എന്നെ വിളിച്ചു. ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല, ഇപ്പം സ്ട്രോക്കിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഇരിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആന്ധ്രായി വർക്ക് ചെയ്ത് സ്നേക്ക് ബൈറ്റ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രായി തന്നെ ജോലി ചെയ്തിരുന്ന വേറെ ഡോക്ടർ, ഇപ്പം തിരുവല്ലായി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഡോക്ടറോട് വേറെ ഡോക്ടർ വടക്ക് കേരളത്തിലുള്ള ഡോക്ടറാണ് വിളിച്ചു. ഡോക്ടറിന്റെ ഒരു പേഷ്യന്റ് നേരത്തെ പാമ്പ് കടിച്ചു. ഇതാണ് വൈപ്പറാണ് കടിച്ചത്. വൈപ്പർ കടിച്ചതിന്റെ ഫലമായിട്ട് കിഡ്നി ഡാമേജ് ഉണ്ടായി. ഇത് നല്ല അവസ്ഥയായിട്ട് ദിവസവും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ച 3-4 ദിവസത്തേക്ക് കൊണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പം ഈ കേസ് എന്തെങ്കിലും ചെയ്യാമോ എന്നറിയാൻ വേണ്ടി ഡോക്ടർ എന്നെ വിളിച്ചു. ഡോക്ടർ അറിഞ്ഞൂടാ ഈ വൈപ്പറിന്റെ. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വൈപ്പർ കേസ് ഒന്നും ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞു നോക്കാം, കിഡ്നി ഡാമേജ് എന്ന് പറയുമ്പോഴത്തേക്ക്
എനിക്ക് പിന്നെ ഇച്ചിരി പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ സീനിയർ ഡോക്ടർ സെല്ലുലായ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നൊരു മരുന്നുണ്ട്, ഈൽ സിറം. നേരത്തെ കിഡ്നി ഡാമേജ് നല്ലതെന്ന് പറഞ്ഞു, പിന്നെ 200 ഒക്കെ കൊടുത്തത്, റിസൾട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് കഴിച്ചാൽ മതി, ഒരാഴ്ച ശരിയാകുമെന്ന് പറഞ്ഞു. ഈൽ സിറം 7th പൊട്ടൻസി 6x ആണ് പറഞ്ഞത്, 6x കിട്ടില്ല. ജർമ്മൻ മെഡിസിന് 7x എന്നാണ് മരുന്ന് കിട്ടി. ഒരു തേൻ പോലിരിക്കുന്ന മരുന്നാണ്, അത് കിട്ടി. അത് 2 ദിവസം കഴിയുമ്പോഴേ എനിക്ക് കുറഞ്ഞു. അപ്പൊ ആ അനുഭവം വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന്റെ പടമൊക്കെ അയച്ചു കൊടുത്തു. ഇട്ട് ഈ ഈൽസർ എങ്ങനെ കിട്ടുന്നതാണ്. അങ്ങനെ ആ ഡോക്ടർ അയച്ചു കൊടുത്തു. അവര് എവിടുന്നോ തപ്പിക്കണ്ടുപിടിച്ചു, മരുന്ന് കഴിച്ച റിസൾട്ട് മറ്റേ ഡോക്ടർക്ക്, ഞാൻ ഈ ഡോക്ടറെ കണ്ടിട്ടില്ല, ഈ ആന്ധ്രയിലെ ഡോക്ടറെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പറഞ്ഞു കഴിച്ചു മാത്രമല്ല. അപ്പം ആന്ധ്രയിലെ ഡോക്ടർ വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തു. ആ വോയിസ് മെസ്സേജ് എനിക്ക് തന്നു. അതിന്റെ റിസൾട്ടാണ് പറയുന്നത്. ഈ ഒട്ടും യൂറിൻ പോകുന്ന അവസ്ഥ, 100 മില്ലി കഷ്ടിച്ചൊക്കെ പോകുന്ന അവസ്ഥയിൽ നിന്ന് 5 ലിറ്റർ യൂറിൻ പോകുന്ന അവസ്ഥയിലോട്ട് വന്നു. 2-3 ദിവസത്തിനുള്ളിൽ ഡാമേജ് മാറി. ഡയാലിസിസ് പൂർണ്ണമായിട്ട് നിർത്തി. സാധാരണ ഇവര് ഡയാലിസിസ് ഒക്കെ നിർത്താൻ തയ്യാറാകത്തില്ല. അപ്പം പൂർണ്ണമായിട്ട് ഓക്കെ ആയതുകൊണ്ട് ഡയാലിസിസ് പൂർണ്ണമായിട്ട് നിർത്തി, നോർമലായി എന്നുള്ള റിസൾട്ട് എനിക്ക് കിട്ടി. എനിക്ക് തന്നെ അതിശയമായിരുന്നു. പിന്നെ അങ്ങനത്തെ ഉള്ള 1-2 കേസ് കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ പലർക്കും കൊടുത്തു, റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ മരുന്നുണ്ട് കൊടുത്തു നോക്കാനൊക്കെ പറയുന്നു. നമ്മൾ വലിയ കാശൊക്കെ വാങ്ങിക്കാത്ത കൊണ്ടായിരിക്കാം അവർക്ക് വലിയ വില കൊടുത്തിട്ടില്ല. അത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യാൻ പോയാലും ഇതൊന്നും ഇതായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ ഈ അനുഭവം ഞാൻ ഷെയർ ചെയ്യുന്നു. ഇത് ശരിയാണോ? എത്ര ഡോസാ കൊടുക്കുന്ന ദിവസം? എന്തോ ഡോസും കൂടെ ഒന്ന് പറയാമോ? 5 തുള്ളി വെച്ച് കൊടുത്ത്, 5 തുള്ളി വെച്ച് എത്ര നേരം? 3 വെച്ച് 2 ദിവസം കൊടുത്തപ്പോഴത്തേനും ഓക്കെ ആയി. 3 നേരം വെച്ച്. ഞാനും കഴിച്ചു. ഞാൻ 2-3 ദിവസം കഴിക്കുമ്പോഴത്തേക്കും ഓക്കെ. ഞാൻ ഈ കിഡ്നി ഡാമേജിന്റെ ആദ്യ സൈഡിൽ ഉണ്ടല്ലോ, ബ്ലഡിൽ കാണുന്ന അതിന്റെ പേര് മറന്നുപോയി. ക്രിയേറ്റിനിൻ. ക്രിയേറ്റിൻ കൂടി 2-3 ഒക്കെ ആയിരുന്നു. അപ്പൊ ക്രിയേറ്റിൻ കൂടി ഇത് കഴിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ 2 ദിവസം കഴിയുമ്പോൾ ക്രിയേറ്റിൻ നോർമലായി. അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലായി. അപ്പൊ ഞാൻ കിട്ടി നെഫ്രോളജിയെ കാണിക്കണമെന്ന് പറഞ്ഞ കേസ് കാണിക്കാതെ തന്നെ ഞാൻ നോർമലായിട്ട് നടക്കി. അപ്പൊ ഈ അനുഭവമാണ് ഇത് ഷെയർ ചെയ്യുന്നു. ഇത് ആധികാരികമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അനുഭവം ഷെയർ ചെയ്യുന്നു. ബാക്കിയുള്ളവരും ഇങ്ങനത്തുള്ള കേസ് ഉണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കുക, റിസൾട്ട് അറിയിക്കുക. താങ്ക് യു. നന്ദി അബ്രഹാം വൈദ്യൻ ഡോക്ടറെ. ധനേഷ് ഡോക്ടറെ. അല്ലേ, ഇനിയിപ്പോ നമുക്ക് ഇന്നത്തെ സമയം ഏകദേശം ആയല്ലോ. അപ്പൊ നമുക്ക് ഇനി വേറൊരു ദിവസത്തേക്ക് പോകാം ചർച്ചയൊക്കെ ആയിട്ട്. കാരണം വളരെ വൈകിയ വേളയാണ്. ഇന്ന് നമ്മൾ അനൗൺസ് ചെയ്ത ഒരു ദിവസമല്ല. ഇനിയും ഒത്തിരി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ലല്ലോ. എപ്പോഴും അല്പം എന്തെങ്കിലും പറയാൻ ബാക്കി വെക്കുന്നത് വീണ്ടും കാരണം ഞാൻ ഈ ഇബ്രാഹിം വൈദ്യൻ ഡോക്ടറെ എന്നും കിട്ടാറില്ല. കാരണം ഡോക്ടറുടെ ഈ ഒരു അനുഭവം ത്രില്ലിംഗ് ആണ് ശരിക്കും. എത്രയോ പേർക്ക് അതുകൊണ്ടാണ് ഡോക്ടറെ കിട്ടിയാൽ ആ സമയത്ത് നമ്മൾ ഡോക്ടറുടെ അറിവ് ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ് IFBHന്റെ ഒരു രീതി. നമുക്ക് നേരത്തെയൊക്കെ പലപ്പോഴും ഡോക്ടർ നേരിട്ട് വന്ന് കുറെ പ്രസന്റേഷനുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഡോക്ടർക്ക് ആരോഗ്യപരമായ കാരണങ്ങൾ അതുപോലെ പറ്റുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇത് കേൾക്കാനും ഇതിലിവിടെ വരാനും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയാൻ ശ്രമിക്കുകയും ഇപ്പൊ കറക്റ്റായിട്ടൊക്കെ അത് അൺമ്യൂട്ട് ചെയ്ത് ഡോക്ടർക്ക് പറ്റുന്നുണ്ട്. ഒരിടയ്ക്ക് ഡോക്ടർക്ക് അത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഷീല ഡോക്ടർ ഉപയോഗിക്കുക. പൊട്ടൻസി ഒന്ന് ചോദിച്ചു. 7th പൊട്ടൻസിയാണ് ഉപയോഗിച്ചത്. ഈൽസിറം 7 പൊട്ടൻസി, അതാണ് ഇന്നത്തെ. അപ്പൊ ഏതായാലും ഷീല ഡോക്ടറെ കൊണ്ട് തന്നെ നന്ദി പറയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ, ഷീല ഡോക്ടറെ നന്ദി പറയാം. ഷീല ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? കോഹോസ്റ്റ് ആണല്ലോ.
അല്ല, ഇപ്പൊ കോഫസ്റ്റ് അല്ല. ശരി. പോയായിരുന്നു, കോഫസ്റ്റ് മാറിയോ? ആ, എല്ലാവർക്കും നമസ്കാരം. വളരെ നന്ദി എന്നെ നന്ദി പറയാനായിട്ട് ഏൽപ്പിച്ചതിൽ. കാരണം വളരെയേറെ അനുഭവങ്ങൾ ഇന്ന് പറഞ്ഞ ചർച്ചയില്ലെങ്കിൽ പോലും വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും IFPHന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ആരും പറഞ്ഞ പോലെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഡിസ്കഷന് ആളില്ല എങ്കിൽ ഇത് തന്നെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറെ അറിവുകൾ കിട്ടുന്നുണ്ട് ഇപ്പം. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നന്ദി ഷീല ഡോക്ടറെ. എന്തായാലും 1971 പ്രതിദിന സൂം വെബിനാർ നല്ല രീതിയിൽ നടന്നു. നെറ്റ് വീണ്ടും പോയിരിക്കും. നെറ്റ് പോയി. അതെ. അപ്പം ഈ വേദിയിൽ പങ്കെടുത്ത, ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞ ഷീല ഡോക്ടർക്കും, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രത്യേകം ഇന്ന് ഒരു വളരെ നല്ല അനുഭവം പങ്കുവച്ച നമ്മുടെ എബ്രഹാം വേദി ഡോക്ടർക്കും. ഈ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ വേദിയിൽ ഷെഫീഖ് ഡോക്ടർ ഒരു ദിവസം ഫുള്ളായിട്ടിരുന്നാൽ ഡോക്ടറുടെ കുറേ അറിവുകൾ ഇതുപോലെ പങ്കുവെക്കാൻ പറ്റും. അതുകൊണ്ട് ഡോക്ടർ മരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, അടുത്ത ദിവസം നാളെ ശനിയാഴ്ചയാണ്. നാളെ ഒരു പ്രധാനപ്പെട്ട വിഷയം വീണ്ടും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയാണ്. ജാപ്പാനീസ് എൻസെഫലൈറ്റിസും ഹോമിയോപ്പതി പ്രതിരോധവും ചികിത്സയും എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിൻ്റെ മോഡറേറ്ററായിട്ട് ഡോക്ടർ ഷാജി വർഗീസ് കൂടിയെത്തും. പങ്കെടുക്കുന്നവരായിട്ട് ഡോക്ടർ മുഹമ്മദ് അൻസാറ്, ഡോക്ടർ പ്രീത ഉണ്ണി, ഡോക്ടർ പ്രവീൺ ധർമ്മരത്നം, ഡോക്ടർ ജെയിംസ് പോൾ സാറ്, അതുപോലെ തന്നെ അമ്പാടി അമ്മ. ഇത്രയും പേരാണ് നാളെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായും എല്ലാവരും പങ്കെടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.